ഹലോ മൈനാൻറ്റി മക്കൾ എന്നുള്ള നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാടും നാടിൻ്റെ നാട്ടറിവുകൾ എന്നുള്ള ഒരു പുതിയ എപ്പിസോഡിലേക്ക് മുടക്കാലിൽ മത്തച്ഛൻ എന്ന അപ്പച്ചനെ കാണാൻ പോവുകയാണ് നമ്മൾ. നമുക്ക് അങ്ങോട്ട് പോകാം. ഗ്രീനറിയൊക്കെയുള്ള പച്ചപ്പൊക്കെയുള്ള നാടാണല്ലോ അപ്പച്ചൻ്റെ നാട്. അപ്പച്ചൻ രാവിലെ ചായ കുടിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണോ? ഞങ്ങൾ വരുമെന്ന് പറഞ്ഞ കാരണം എങ്ങും പോയില്ല അല്ലേ? ഓക്കെ. ഇന്ന് മരുന്നൊക്കെ വാങ്ങാൻ ആൾക്കാർ വന്നോ? കാലത്ത് ഒരാൾ ചായ കുടിയൊക്കെ കഴിഞ്ഞോ? നമുക്കൊരു അരമണിക്കൂർ 15 മിനിറ്റ് ഒന്നിരുന്ന് സംസാരിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. ഓക്കെ. നമസ്തേ അപ്പച്ച. നമസ്തേ അപ്പച്ച. നമസ്തേ. അപ്പച്ചന്റെ വീട് എവിടെയാ? രണ്ടാറ് എന്ന് പറയുമ്പോ അത് മൂവാറ്റുപുഴയുടെ അടുത്തുള്ള ഒരു സ്ഥലം അല്ലേ? ഓക്കെ. അതൊരു ഗ്രാമപ്രദേശമാണ്. ഞങ്ങൾ ഇന്ന് അപ്പച്ചനെ വന്ന് കാണാനുണ്ടായ സംഭവം എന്നാന്ന് ചോദിച്ചാല്, നമ്മുടെ നാട്ടിൽ ഇപ്പം പലർക്കും അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ നേരെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഓടുവാണല്ലോ. ഇപ്പൊ ഈയിടെയായാലും ഒരു സിനിമാ നടന് പൊള്ളലേറ്റു, അങ്ങനെ എല്ലാ പ്രശ്നങ്ങളൊക്കെ വന്നു. അപ്പം ഞാൻ കേട്ടറിഞ്ഞൊരു അനുഭവമാണ്. എൻ്റെ ജീവിതത്തിലും അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പച്ചൻ്റെ. ഇന്നൊരു 10-30 വർഷം മുമ്പ് തന്നെ അപ്പച്ചൻ പൊള്ളലിന് മരുന്നുണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? പറയാമല്ലോ. ഓക്കെ. അതെങ്ങനെയാ അപ്പച്ചൻ തന്നെ ഉണ്ടാക്കുന്ന മരുന്നാണ്? ഞാൻ തന്നെ ഉണ്ടാക്കണ മരുന്ന്. ആയുർവേദാണോ? ആയുർവേദമല്ല, നാടൻ മരുന്ന്. അപ്പച്ചൻ തന്നെ ഉണ്ടാക്കുന്നത്. എന്താണ് സാധാരണ നമ്മൾ ആശുപത്രിയിൽ പോയുള്ള പൊള്ളലിന്റെ മരുന്നും ഈ മരുന്ന്? ഇച്ചിരി ഗുളികയും തരും, വേറെ എന്തെങ്കിലും തരും. ഓക്കെ. അതുകൊണ്ട് ഫലമില്ല. ഓക്കെ. വീട്ടിൽ എൻ്റെ അടുക്ക വരും, ഞാൻ പൊള്ളലിന് എണ്ണ കൊടുക്കും. ഇതുണ്ടോ എണ്ണ? ഇതാണ് എണ്ണ അല്ലേ? ഓക്കെ. ഇതിപ്പോ എത്ര ദിവസത്തേക്കുള്ള? ഇത് 6 ദിവസത്തേക്കുണ്ട്. 6 ദിവസത്തേക്ക്. അത് എത്ര സ്ഥലം ഉണ്ടെന്ന് വെച്ചാൽ അത് എങ്ങനെയാ അപ്ലൈ ചെയ്യണ്ടേ? അത് ഇവിടെ തുടങ്ങി ഇവിടം വരെ പൊള്ളിയിട്ടുണ്ടെങ്കിൽ ഒരു കോഴിപ്പപ്പ് എടുക്കുക. കോഴിയുടെ പപ്പ്. ഓക്കെ. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് മുക്കി തൂത്ത്. അത് എത്ര പ്രാവശ്യം ചെയ്യണം? ഒരു ദിവസം 3 പ്രാവശ്യം. 3 പ്രാവശ്യം ചെയ്യണം. ഇതിങ്ങനെ എത്ര ദിവസം ചെയ്യേണ്ടി വരും? പൊള്ളൽ 2 അല്ലെങ്കിൽ 3 5 ദിവസത്തിൽ കൂടുതൽ വേണ്ട. 5 ദിവസത്തിൽ കൂടുതൽ വേണ്ട. അതുകൊണ്ട് പൊള്ളലിന്റെ തൊലി പുതിയ വരും. പഴയ രൂപത്തിൽ തന്നെ വരും. ഓ, അപ്പൊ ആ വെളുത്ത പാടുകൾ സാധാരണ പൊള്ളിയവർക്കൊക്കെ ഒരു വെളുത്ത പാട് വരാൻ അതുണ്ടാവത്തില്ല അല്ലേ? അപ്പൊ അപ്പച്ചന്റെ എണ്ണയുടെ ഏറ്റവും വലിയ പ്രത്യേകത, പൊള്ളലിന് ഈ മരുന്ന് 5 ദിവസം പരത്തി കഴിഞ്ഞാൽ തൊലി പണ്ടിരുന്ന പോലത്തെ അവസ്ഥയിലേക്ക് തിരിച്ചു വരും. ഓക്കെ. ഇത് എത്ര വർഷമായി അപ്പച്ചൻ ഇത് ചെയ്തു തുടങ്ങിയിട്ട്? ഞാൻ ചെയ്തു തുടങ്ങിയിട്ട് 34 വർഷമായിട്ട് അപ്പച്ചൻ ഇത് ചെയ്യുന്നുണ്ട്. ഓ, വെരി ഗുഡ്. വൈദ്യനാണ് എന്നെ പഠിപ്പിച്ചത്. ഓക്കെ. അത് എവിടെയുള്ള വൈദ്യനാണ്? കോട്ടപ്പുറത്ത് ഈ നാട്ടിൽ തന്നെയുള്ള ഒരു വൈദ്യനാണ്. ആ വൈദ്യന് ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. വിഷ ചികിത്സക്കാരനായിരുന്നു. അദ്ദേഹം പഠിപ്പിച്ചത്. അദ്ദേഹമാണ് ഗുരു അപ്പച്ചന്. അപ്പച്ചന് ഇപ്പൊ എത്ര വയസ്സായി കാണും? ഏകദേശം 81 വയസ്സുണ്ട്. 81 വയസ്സോ? ഓ, ഞാനൊരു 65-70 ഉദ്ദേശിച്ചത്. ഓക്കെ. അപ്പച്ചൻ 81 വയസ്സുണ്ട്. ആരോഗ്യമൊക്കെ നിലവിൽ പോകുന്നുണ്ട്. ഈ പൊള്ളലിന്റെ മരുന്ന് വാങ്ങാൻ ആൾക്കാർ അപ്പച്ചനെ അറിഞ്ഞു വരാറുണ്ട്. എങ്ങനെയാ ആൾക്കാർ അറിയണത് അപ്പച്ചനിൽ? ഞാനിത് എങ്ങനെ പലർക്കും കൊടുത്തിട്ടുണ്ടല്ലോ. ഇന്ന് കാലത്ത് വന്നു. ഓക്കെ. എന്റെ വീട്ടിൽ വന്നു. ഓക്കെ. അങ്ങനെ വന്ന് വാങ്ങിക്കും. അപ്പൊ എപ്പോ വന്നാലും ഈ മരുന്ന് റെഡി കാണുമോ? കാണും. കാരണം പൊള്ളലെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ വന്നാലോ. അന്നേരം പിന്നെ മരുന്ന് ഉണ്ടാക്കാൻ പോകാൻ സമയമില്ലല്ലോ. അന്നേരം മരുന്നുണ്ടാക്കാൻ പോകാൻ പറ്റില്ലല്ലോ. അന്നേരം വേറൊരു ഭക്ഷണം. ഇത്രയും മരുന്ന് ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ അയാൾക്ക് എത്ര രൂപ അതിന്? ഇത്രയും മരുന്ന് ഞാൻ കൊടുക്കണമെങ്കിൽ 250 രൂപ. 250 രൂപ തന്നാൽ അയാളുടെ പൊള്ളലിൻ്റെ ഉള്ള പ്രശ്നം തീർന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് പാടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പാടില്ല. ഓക്കെ. ആ പെട്ടെന്ന് സ്ഥലത്ത് ശകലം പോലും പാടില്ല. ഓക്കെ. ഇപ്പൊ സാന്ദർഭികമായിട്ട് എനിക്കും പറയാം. ഒരു 33 വർഷം മുമ്പ് ഞങ്ങളുടെ മകള് 2 വീലറിൽ കാല് വെച്ചിട്ട്, അന്ന് 2-3 വയസ്സുണ്ട്, സൈലൻസർ കൊണ്ട് കാല് പൊള്ളി. അന്ന് പെൺകുട്ടിയാണ്. കാലിൻ്റെ പാദം മുഴുവൻ തന്നെ കരിഞ്ഞ്, അതിൻ്റെ സോക്സൊക്കെ കരിഞ്ഞു പോയിരുന്നു. പല മരുന്നുകളും ചെയ്യാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഈ അപ്പച്ചനെ കുറിച്ച് അറിഞ്ഞ് അപ്പച്ചൻ്റെ അടുത്ത് വരികയും ആ മരുന്ന് ഇതേ എണ്ണ തന്നെ പരത്തുകയും ചെയ്തു. എല്ലാവരും വിമർശിച്ചു. ആ കാലിനെല്ലാം പാട് വരും, കൊച്ചിന് വൃത്തികേടാന്ന് പറഞ്ഞു. പക്ഷേ അത് എങ്ങനെ എന്ത് സംഭവിച്ചു എന്ന് പറയുമ്പോൾ, ഇന്ന് ആ മകളൊരു 33 വയസ്സായ പെൺകുട്ടി ഒരു കഥ കേൾക്കുമ്പോഴും കേൾക്കുന്നതല്ലാതെ അതിൻ്റെ യാതൊരു പാടുമില്ല. ഇത് എൻ്റെ ജീവിതാനുഭവമാണ് അപ്പച്ചനെ കുറിച്ചുള്ള. ഞാൻ ഈ വീഡിയോയിൽ വരാനുള്ള കാരണവും
അപ്പച്ചന് ഇത്രയും നല്ലൊരു മരുന്നുണ്ട്, വേണ്ടത്ര ജനങ്ങളിലേക്ക് ഇത് എത്തുന്നില്ല, ജനങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുന്നില്ല. ഓഫ് കോഴ്സ് എൻ്റെ അറിവിലും പരിചയത്തിലും ആരെങ്കിലും പൊള്ളലെന്ന് പറഞ്ഞാൽ ഞാൻ ഉടനെ പറയും ഈ അപ്പച്ചൻ്റെ അടുത്ത് പോക്കോളാം. അങ്ങനെ എത്ര പേരോട് നമുക്ക് മൗത്ത് പബ്ലിസിറ്റിയിൽ ഇത് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞാൻ അപ്പച്ചനെ ഇങ്ങനെ നാട്ടറിവിലേക്കും നാടൻ മരുന്നുകളുടെ ഒരു സെക്ഷനിലേക്ക് ഇന്ന് ക്ഷണിക്കുകയും അപ്പച്ചൻ്റെ വീട്ടിൽ ചെന്ന് ഞങ്ങൾ അപ്പച്ചനെ കാണുകയും ചെയ്തത്. ഇത് കൂടാതെ അപ്പച്ചന് വേറെ എന്താണ് അറിയാവുന്ന കാര്യങ്ങൾ, നാട്ടറിവുകൾ? നാട്ടറിവുകൾ പിന്നെ പുള്ളിയൻ്റെ എണ്ണ ഇപ്പോൾ പറഞ്ഞു. ആ, പിന്നെ സൂപ്പ് ഉണ്ടാക്കണം, ആട്ടു സൂപ്പ്. സൂപ്പ് അതെല്ലാവരും ഇപ്പോൾ ഈ ഗ്യാസിൻ്റെ പുറത്ത് കുക്കറിലിട്ട് ഉണ്ടാക്കുന്നത് ഞാൻ യൂട്യൂബിൽ പലയിടത്തും കാണാറുണ്ട്. ആ രീതിയാണ്, അതെങ്ങനെയാണെന്നൊന്ന് വിവരിക്കാവോ? അങ്ങനെയല്ല, ഇത് പരണ്ടിക്കകത്താക്കുവാണ്, വെട്ടി കഴിഞ്ഞ് പരണ്ടിക്കകത്താക്കുവാണ്. ഓക്കെ, മരുന്നുകളും ചേർത്ത് പരണ്ടിക്കകത്താക്കി. ഭരണിയിൽ എങ്ങനെയാ അപ്പച്ച തീ കത്തിക്കാൻ പറ്റുന്നത്? അതെന്റെ ഒരു സംശയാട്ടോ. ചെമ്പോലത്തിന്റെ അകത്ത് ഇറക്കി വെക്കും. ഓ, ചെമ്പ് കലത്തിൽ ഭരണി ഇറക്കി വെക്കും, എന്നിട്ട് തീ കത്തിക്കും. ചെമ്പ് കലത്തിൽ വെള്ളം ഒഴിക്കും, എന്നിട്ട് തീ കത്തിക്കും. അപ്പൊ ആ വെള്ളം തിളയ്ക്കുമ്പോ ആ നീരാവിയിലാണ് ഇതുണ്ടാകുന്നത്, വെള്ളമൊന്നും ഒഴിക്കണ്ട. അപ്പൊ ഈ ആടിന്റെ ഇറച്ചി വീഴുവോ? ഫസ്റ്റായിട്ട് കൊണ്ടുപോകും. അങ്ങനെ ആടിന്റെ സൂപ്പ് ഉണ്ടാക്കും. അതൊരു വാറ്റിയെടുക്കുന്ന ഒരു പ്രോസസ്സാ അല്ലേ? മരുന്നുകളൊക്കെ ചേർത്ത് വാറ്റിയെടുക്കുമെന്ന് പറയും. ഓക്കെ, അങ്ങനെ ഏകദേശം ഒരു 5 കിലോ ഉള്ള ആടിനെ നമ്മളങ്ങനെ വാറ്റിയെടുത്താൽ എത്ര കുപ്പി ആട്ടു സൂപ്പ് ഉണ്ടാവും? സൂപ്പ് ഇന്നിപ്പോൾ കെട്ടിവെക്കുവാണെങ്കിൽ നാളെയും പോയി നാളെ കഴിഞ്ഞാൽ എടുക്കണമെങ്കിൽ നല്ല അരിക്കണമെങ്കിൽ 7 കുപ്പി കിട്ടും. 7 കുപ്പി 24 മണിക്കൂർ അടപ്പത്ത് തീ കത്തിയിരിക്കണം. അത് ഫുൾ ടൈം നല്ല തീ കത്തണോ അതേ കുറച്ച് തീ കത്തിയാൽ മതി? തിളച്ച് കഴിഞ്ഞാൽ പിന്നെ പയ്യെ അതിൽ നിന്ന് ജ്യൂസ് ഇറങ്ങി വരണം അല്ലേ? ഇത് പ്രസവിച്ച സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ളതാണോ അതോ എല്ലാവർക്കും ഉണ്ട്? പ്രായമായവർക്ക്? അപ്പച്ചനെ അതൊക്കെ ആയിരിക്കും അപ്പച്ചൻ്റെ ഒക്കെ ആരോഗ്യത്തിന്റെ രഹസ്യം. പ്രായമായവർക്ക് കഴിക്കാനും പറ്റും അല്ലേ? ഓക്കെ. അപ്പം ആട്ടു സൂപ്പ് ഉണ്ടാക്കും. ഇതിന് മരുന്നുകൾ പറഞ്ഞ അപ്പച്ചൻ പോയി ഒരു മേൽനോട്ടം ചെയ്ത് കൊടുക്കാൻ മറ്റുള്ളവർ ക്ഷണിച്ച് പോകാറുണ്ടോ? ഉണ്ടല്ലേ? അപ്പച്ചനെ വന്ന് വണ്ടി കൊണ്ട് ആൾക്കാർ കൊണ്ടുപോകുന്ന ഞാനും കണ്ടിട്ടുണ്ട്. ദൂരെ അകലെയാണെങ്കിലും അവർ വണ്ടിയും കൊണ്ട് വന്ന് വിളിച്ചു കൊണ്ടുപോയി. ആ, അപ്പച്ചനെ അറിയാം ബസ് യാത്രയ്ക്ക് ആരോഗ്യം ഉണ്ടാവില്ല, അതിനുള്ള സൗകര്യം ഇല്ല, ഇപ്പോൾ കൊറോണ കാലമാണ്. അങ്ങനെ വന്ന് അപ്പച്ചൻ അവിടെ ചെന്ന് ആട്ടു സൂപ്പ് ഉണ്ടാക്കാൻ മേൽനോട്ടം ചെയ്ത് അത് കുപ്പികളിലാക്കുന്നിടം വരെ അവരുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, ഇത് വലിയൊരു സംഭവമാണ്. ഞാൻ യൂട്യൂബിലൊക്കെ അടിച്ച് ഞങ്ങളുടെ മോളൊക്കെ പ്രസവിച്ച് കിടന്നപ്പോൾ നോക്കുമ്പോൾ യൂട്യൂബിൽ കുക്കറിൽ വിസിലടിച്ചുണ്ടാക്കുന്ന ആട്ടു സൂപ്പിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളൂ. ഇത് വെള്ളം ചേർക്കാതെ ആടിനിൽ നിന്ന് 7 കുപ്പി ആട്ടു സൂപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞപ്പം അതിൽ മരുന്നുകളൊക്കെ ചേർക്കുന്നുണ്ട് അല്ലേ? മരുന്നുകളുണ്ട് ആരോഗ്യത്തിനും. 1, 2, 3, 4, 5, 6, 7, 8 കൂട്ടം 9 കൂട്ടം മരുന്ന്. 9 കൂട്ടം മരുന്നുണ്ട്. അതുകൂടാതെ വേറെ എന്താ ചേർക്കണേ? അങ്ങാടി മരുന്ന് 9 അങ്ങാടി മരുന്ന് ഒരു മതി. ബാക്കി 8 കൂട്ടവും പച്ചമരുന്ന്. അങ്ങാടി മരുന്നും പച്ചമരുന്നും പഴങ്ങളും ചേർക്കുമോ? പഴങ്ങൾ ചേർക്കും. എന്ത് പഴമാണ് ചേർക്കണേ? പൂവമ്പഴമാണ് ഏറ്റവും നല്ലത്. ഓ, പൂവമ്പഴം, പൈനാപ്പിള്, ആപ്പിള്, പിന്നെ കൽക്കണ്ടം. ഓ, ഇതൊക്കെ ചേർക്കുന്നുണ്ട്. മുന്തിരിങ്ങ. ഓ, ഇതൊക്കെയാണ് ചേർക്കുന്ന 9 കൂട്ടം. ആപ്പിള്, പൈനാപ്പിള്, പൂവമ്പഴം, കൽക്കണ്ടം, ഇതൊക്കെയാണ് ചേർക്കുന്ന അങ്ങാടി മരുന്നുകൾ. അതുകൂടാതെ പച്ചമരുന്നും ചേർക്കുന്നുണ്ട്. ഓ, അപ്പൊ ഇതൊരു ഔഷധം കൂടിയാണ്, ഒരു സൂപ്പ് മാത്രമല്ല. ഓക്കെ. ഇത് കൂടാതെ ഞാൻ കേട്ടിട്ടുണ്ട് ആ നാട്ടിലുള്ള വീട്ടമ്മമാർക്ക് ഏറ്റവും ആശ്വാസം അപ്പച്ചനാണ്. ആടിനോ പശുവിനോ ഒക്കെ അസുഖങ്ങൾ വന്നാൽ ഓടിയെത്തുന്ന അപ്പച്ചൻ്റെ അടുത്തേക്കാന്ന് പറയുന്നില്ല, അതെന്താണ് അപ്പച്ച? അത് പച്ചമരുന്ന്. ആടിന എന്ത് അസുഖങ്ങൾക്ക് ആടിന്? അതെ, ഈ പ്രസവത്തിന്റെ ഉണ്ടെങ്കിലോ തേരകത്തിന്റെ ഇല ഒടിച്ചുകൊണ്ട് വരും. തേരകത്തിന്റെ ഇല ഒടിച്ചുകൊണ്ടുവന്ന് ആ ഇല ഇട്ട് കൊടുത്താൽ ബുദ്ധിമുട്ടാന്ന് തോന്നുന്നു കഴിഞ്ഞാലും ആട് പ്രസവിച്ചോളൂ. ഓ, ആട് പ്രസവിക്കാൻ വന്നിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തേരകം എന്ന് പറയുന്ന ചെടിയുടെ ഇല പറിച്ചു കൊടുത്ത് ആടത് തിന്നുമ്പോൾ പ്രസവം ഈസിയാവും. അതൊരു നല്ലൊരു എന്താ പറയണേ കുറുക്ക് വഴിയാണ്. ആശുപത്രി പോകാതെ ഓപ്പറേഷൻ ചെയ്യാതെ ആശുപത്രി കൊണ്ട് ഉള്ള കാശ് മുഴുവൻ ചെലവാങ്ങണ കാലത്ത് അപ്പച്ചന് ഇതെങ്കിൽ അപ്പച്ചന്റെ അടുത്ത തലമുറയിലും മക്കളെയോ ആരെങ്കിലും ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചു വരുന്നുണ്ട്. കാരണം ഇത് അപ്പച്ചന് ശേഷം ഇത് നിലനിൽക്കണമല്ലോ. അത് രണ്ടാമത്തെ മോളെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അപ്പച്ചന് ഇത്രയും
പ്രായാധിക്യം ഞാൻ പറയുന്നില്ല, അപ്പച്ചൻ നല്ല യൗവനമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഈ സമയത്ത് ഞങ്ങളുടെ ക്ഷണം സ്വീകരിക്കുകയും അപ്പച്ചൻ ഞങ്ങളോടുകൂടെ ഇത്രയും സമയം ചെലവഴിച്ചത് നാട്ടുകാർക്ക് ഏറെ പ്രയോജനമുണ്ട്. അപ്പച്ചൻ ഇപ്പോൾ ഓർമ്മയിൽ കിട്ടാത്തതുകൊണ്ടാണ്. എനിക്കറിയുന്നത് അപ്പച്ചൻ പശുവിന് മരുന്ന് കൊടുക്കാറുണ്ട്, അകിട് വീക്കം, പാലുണ്ടാവാതിരിക്കുന്ന പശു, ആട് ഇവയ്ക്കൊക്കെ മരുന്നുണ്ടാക്കി കൊടുക്കുന്നതായിട്ട് എനിക്കറിയാം. ഇപ്പോൾ എന്തോ ഓർമ്മയിൽ വരുന്നില്ല. എന്തു തന്നെയായാലും ഒരു സന്തോഷ വാർത്ത, അത് അപ്പച്ചൻ്റെ ഒരു മകളെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. സോ എന്തെങ്കിലുമൊക്കെ ഫസ്റ്റായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അപ്പച്ചന് പൊള്ളലിൻ്റെ മരുന്ന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ആട്ടുസൂപ്പ് ഉണ്ടാക്കാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് മേൽനോട്ടത്തോടെ ഉണ്ടാക്കുന്നുണ്ട്. ആട് പശുവിക്ക് അസുഖങ്ങൾ വന്നാൽ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് കേട്ടറിവാണ്, ലോകത്ത് ആർക്കും തന്നെ ഇന്നത്തെ കാലത്ത് അറിയാത്ത പല പല വിദ്യകളും പണ്ട് പഠിച്ചിരുന്നു. ഇപ്പോൾ ചെയ്യുന്നില്ല, പക്ഷെ അതറിയാം. ഞാനൊരു 30-35 വർഷം മുമ്പ് അപ്പച്ചനെ കാണുമ്പം ഈ പന ചെത്തുന്ന ചെറുപ്പക്കാരായ ആൾക്കാർ അപ്പച്ചനെ വന്ന് വിളിച്ചുകൊണ്ട് പോണാക്കാം. പന തെങ്ങൊക്കെ ഒരുക്കുന്ന എന്ന് വെച്ചാൽ കള്ളെടുക്കുന്നതിന് മുമ്പ് ഉള്ള ആ ഒരുക്കത്തിന് വേണ്ടി അപ്പച്ചനെ കൊണ്ടുപോകണ കാണാം. വെള്ളം കുളത്തിൽ അല്ലെങ്കിൽ കിണറൊക്കെ തേകുന്നതിന് മുമ്പ് ചെളിയും മണ്ണും വരാനായിട്ടുള്ള കൊട്ട അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഒത്തിരി നാടൻ അറിവുകളുടെ ഒരു സമാഹാരമാണ് നമ്മുടെ, ഞാൻ അപ്പച്ചൻ എന്ന് വിളിക്കുന്ന മത്തച്ചൻ എന്നല്ലേ അപ്പച്ചൻ്റെ പേര്, മത്തച്ചൻ. അപ്പച്ചൻ്റെ വീട്ടുപേര് മുടക്കാലിൽ മത്തച്ചൻ എന്ന് പറയുന്ന അപ്പച്ചന് 81 വയസ്സായ അപ്പച്ചനാണ്. മൂവാറ്റുപുഴയിൽ നിന്ന് ഒരു 3-4 കിലോമീറ്റർ അകലത്തിൽ രണ്ടാർ എന്ന് പറയുന്ന അതിൽ രണ്ടാർ സെൻറ്റ് മൈക്കിൾ ഇടവകാണ്. അപ്പച്ചൻ ഞങ്ങളോടുകൂടെ വന്ന് ഇത്രയും സംസാരിക്കാൻ തന്ന സമയത്തിനും ഈ ഷെയർ ചെയ്ത അറിവുകൾക്കുമായിട്ട് നന്ദി അപ്പച്ച. നമസ്തേ, സന്തോഷം.